ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ ആദ്യം എന്ന് പറഞ്ഞിട്ടുള്ള കറണ്ട് അഫയേഴ്സിലത്തെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും സോർട്ട് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് തരുന്നതാണ് കേട്ടോ. നമുക്ക് ചെറിയ കോഡൊക്കെ വെച്ചിട്ട് സെറ്റ് ആക്കാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ടോപ്പിക് വൈസ് ആയിട്ടും അതുപോലെ തന്നെ മന്ത് വൈസ് ആയിട്ടൊക്കെ നമ്മൾ കറണ്ട് അഫയേഴ്സ് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ, കോഡ്സ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ പ്ലേലിസ്റ്റും കൂടെ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ കമൻ്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കേരളത്തിൽ ആദ്യമായിട്ട് 5G സേവനം ലഭ്യമാക്കിയത് കേരളത്തിലെ ഏത് ക്ഷേത്ര പരിസരത്താണ്? ഏതായിരുന്നു? നമ്മൾ പഠിച്ചാണല്ലോ, പറഞ്ഞു തന്നെ. ഏതാ? ഗുരുവായൂർ ടെമ്പിൾ അല്ലേ. 5G വെച്ചിട്ട് ഗുരുവായൂർ ടെമ്പിൾ നമ്മൾ കണക്ട് ചെയ്തതാണ് അല്ലേ. ഓക്കെ, അടുത്തത് കേരളത്തിലെ ആദ്യത്തെ സംയോജിത ലൈഫ് സയൻസ് പാർക്ക് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സംയോജിത ലൈഫ് സയൻസ് പാർക്ക് തോന്നയ്ക്കലാണ്. ഓക്കെ, അപ്പോൾ ഈ സംയോജിത ലൈഫ് സയൻസ് പാർക്കൊക്കെ വരും എന്നുള്ള നമ്മുടെ ഒരു തോന്നലാണ് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ. തോന്നയ്ക്കലാണ് കേട്ടോ കേരളത്തിലെ ആദ്യത്തെ സംയോജിത ലൈഫ് സയൻസ് പാർക്ക്. ഏതാണ്? തോന്നയ്ക്കൽ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. ഒരു ഇന്ത്യ ഒരു സ്വർണ്ണ നിരക്ക്, അതായത് 1 ഇന്ത്യ 1 ഗോൾഡ് റേറ്റ് നയം നടപ്പിലാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമായിട്ട് മാറിയിട്ടുള്ളത് കേരളമാണ് കേട്ടോ. അപ്പോൾ 1 ഇന്ത്യ 1 ഗോൾഡ് റേറ്റ് ഈ ഒരു നയം നടപ്പിലാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമായിട്ട് മാറിയിട്ടുള്ളത് നമ്മുടെ കേരളമാണ്. കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ കീഴിൽ ഡിജിറ്റൽ പാർക്ക് നിലവിൽ വരുന്ന എവിടെയാ? തിരുവനന്തപുരത്താണ്. കേരള ഡിജിറ്റൽ സർവകലാശാല നമ്മൾ പറഞ്ഞു തിരുവനന്തപുരം എന്നൊക്കെ പറയുമ്പോൾ അവിടുത്തെ ടെക്നോ പാർക്കായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഡിജിറ്റൽ എന്നൊക്കെ പറയുമ്പോൾ ടെക്നോ പാർക്കായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് തിരുവനന്തപുരം ജില്ലയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇൻഫോ പാർക്ക് അല്ല, ടെക്നോ പാർക്ക് തന്നെ ഓർക്കണം കേട്ടോ. കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ കീഴിൽ ഡിജിറ്റൽ പാർക്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം. ഇനി ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾക്ക് ഊന്നൽ നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പാർക്കാണ് ഈ പറഞ്ഞിട്ടുള്ള ഡിജിറ്റൽ പാർക്ക് കേട്ടോ, തിരുവനന്തപുരത്തെ ഡിജിറ്റൽ പാർക്ക്. അടുത്ത പോയിന്റ് നോക്കാം. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് ഏതാ? പുല്ലാമ്പാറയാണ്. ഓക്കെ, പുല്ലാമ്പാറ തിരുവനന്തപുരം ജില്ലയിലാണ് കേട്ടോ. അപ്പൊ രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് ഏതാണ്? പുല്ലാമ്പാറ. അപ്പൊ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നമ്മളൊരു പാറയുടെ മുകളിൽ ഇരുന്നിട്ട് ഇങ്ങനെ ലാപ്ടോപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ട് പഠിക്കുന്നതായിട്ട്, ഈ ഡിജിറ്റൽ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് ഏതാണ്? പുല്ലാമ്പാറ. കേരളത്തിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം ആരംഭിച്ചത് ആലുവയിലാണ്. കേരളത്തിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം ആരംഭിച്ചിട്ടുള്ളത് ആലുവ. അപ്പൊ കാർബൺ ബണ്ണും അലുവ എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. കാർബൺ ന്യൂട്രൽ ഫാം ആണ് കേട്ടോ. കാർബൺ ന്യൂട്രൽ ഫാം ആരംഭിച്ചിട്ടുള്ളത് ആലുവയിലാണ്. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടിയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യ ജില്ല കൊല്ലം ജില്ലയാണ്. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടിയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യ ജില്ല കൊല്ലം ജില്ല. ഭരണഘടനയൊക്കെ നമ്മൾ ഒബേ ചെയ്തില്ലെങ്കിൽ നമ്മളെ കൊല്ലും എന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടിയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യ ജില്ല കൊല്ലം ജില്ല. അടുത്ത പോയിന്റ് നോക്കാം. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ലിംഗഭേദമില്ലാതെ യൂണിഫോം സ്വീകരിച്ച സംസ്ഥാനത്തായത് സർക്കാർ വിദ്യാലയം ഏത്? ആൻസർ ബാലുശ്ശേരി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് കേട്ടോ. അപ്പം എല്ലാ വിദ്യാർത്ഥികൾക്കും ലിംഗഭേദമില്ലാതെ യൂണിഫോം സ്വീകരിച്ചുള്ള സംസ്ഥാനത്തായത് സർക്കാർ വിദ്യാലയമാണ് ബാലുശ്ശേരി. അപ്പൊ എല്ലാ ബാലന്മാർക്കും ലിംഗഭേദമില്ലാതെ യൂണിഫോം സ്വീകരിച്ചു എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാലോ അല്ലെ. എല്ലാ ബാലന്മാർക്കും അങ്ങനെ ബാലുശ്ശേരി കേട്ടോ. ബാലൻ എന്ന് പറയുമ്പോൾ ബാലുശ്ശേരി ആലോചിക്കുക. അടുത്ത പോയിന്റ് നോക്കാം. അധ്യാപകരെ അഭിസംബോധന ചെയ്യുന്നതിൽ ജെൻഡർ ന്യൂട്രാലിറ്റി കൊണ്ടുവന്ന കേരളത്തിലെ ആദ്യ സ്കൂൾ ഏതാണ്? ഏത് സ്കൂളാണ്? ഓലശ്ശേരി സ്കൂളാണ് കേട്ടോ. ഏത് ജില്ലയിലെയാ? പാലക്കാട് ജില്ലയിലെ ഓലശ്ശേരി സ്കൂൾ. ഓക്കെ, അപ്പോൾ ഒരു സാധാരണ സ്കൂളാന്ന് ആലോചിക്കുക കേട്ടോ. ഈ ഓലയൊക്കെ മേഞ്ഞിട്ടുള്ള ഒരു സാധാരണ സ്കൂളാന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഓലശ്ശേരി സ്കൂളായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അധ്യാപകരെ അഭിസംബോധന ചെയ്യുന്നതിൽ ജെൻഡർ ന്യൂട്രാലിറ്റി കൊണ്ടുവന്നുള്ള കേരളത്തിലെ ആദ്യത്തെ സ്കൂൾ ഏതാണ്? ഓലശ്ശേരി സ്കൂൾ, പാലക്കാട് ജില്ലയിൽ കേട്ടോ. ഇനി നമുക്ക് അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. കേരളത്തിലെ ആദ്യ വനിതാ കൊമേഴ്ഷ്യൽ പൈലറ്റ് ആരാണ്? ആൻസർ ജെനി ജെറോം ആണ് കേട്ടോ. കേരളത്തിലെ ആദ്യ വനിതാ കൊമേഴ്ഷ്യൽ പൈലറ്റ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ജെനി ജെറോം ആണ്. അടുത്ത ചോദ്യം. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഡ്രോൺ ഉപയോഗിച്ച് അണുനശീകരണം നടത്തിയിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേഷൻ ഏതാണ്? ആൻസർ തൃശ്ശൂരാണ്. അപ്പോൾ കോവിഡ് അല്ലെങ്കിൽ കൊറോണ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എവിടെയാണ്? തൃശ്ശൂരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ആദ്യം ഡ്രോണൊക്കെ ഉപയോഗിച്ചിട്ട് അണുനശീകരണം നടത്തി. അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഡ്രോൺ ഉപയോഗിച്ച് അണുനശീകരണം നടത്തിയിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേഷൻ ഏതാണ്? തൃശ്ശൂരാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. കേരളത്തിലെ ആദ്യ വനിതാ DGP ആരാ? ആദ്യ വനിതാ DGP ആണ് ചോദിച്ചിട്ടുള്ളത്. ആർ ശ്രീലേഖയാണ് അല്ലേ. കേരളത്തിലെ ആദ്യ വനിതാ DGP ആർ ശ്രീലേഖ. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഡോക്ടർ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഡോക്ടർ VS പ്രിയയാണ്. അപ്പോൾ ഈ ഡോക്ടർ നമുക്ക് എല്ലാവർക്കും ഭയങ്കര പ്രിയപ്പെട്ട ഡോക്ടറാണെന്നൊക്കെ ഓർത്താൽ മതി കേട്ടോ. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഡോക്ടർ ആരാണ്? ഡോക്ടർ VS പ്രിയ. അടുത്ത ചോദ്യത്തിലേക്ക് കയറാം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ലൈബ്രറി പഞ്ചായത്ത് ഏതാണ്? മയ്യിലാണ്.
എവിടെയാണ് മയിൽ? കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ലൈബ്രറി പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ മയ്യിലാണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ചുവർ ചിത്രം പൂർത്തീകരിച്ച് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ പെർഫോമിംഗ് ആർട്സ് സെൻറ്റർ വർക്കലയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചോളൂ, കേരളത്തിലെ ഏറ്റവും വലിയ ചുവർ ചിത്രം പൂർത്തീകരിച്ചത്, ഏറ്റവും വലിയ ചുവർ ചിത്രമാണ്. അപ്പോൾ അത് ഭയങ്കര പെർഫോമൻസ് ഒക്കെ ആയിരുന്നു എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ നമുക്ക് പെർഫോമിംഗ് ആർട്സ് സെൻറ്റർ കിട്ടും. അതേപോലെ തന്നെ അത്രയും വലിയ ചുവർ ചിത്രമാണല്ലോ, അപ്പോൾ നല്ലൊരു വർക്കായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് വർക്കലേ ഓർക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കയറാം. ഓൺലൈൻ റിലീസ് നടത്തിയിട്ടുള്ള ആദ്യ മലയാള ചിത്രം ഏതാ? സൂഫിയും സുജാതയാണ് കേട്ടോ. അപ്പോൾ OTT പ്ലാറ്റ്ഫോമിൽ ആദ്യമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ള മലയാള ചിത്രം ചോദിക്കുകയാണെങ്കിൽ സൂഫിയും സുജാതയാണ്. നരണിപ്പുഴ ഷാനവാസാണ് ഇതിൻ്റെ ഡയറക്ടർ. ഓക്കെ, OTT എന്ന് പറഞ്ഞാൽ ഓവർ ദി ടോപ്പ് പ്ലാറ്റ്ഫോമാണ് കേട്ടോ, ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. കേരളത്തിലെ ആദ്യത്തെ ഹരിത സബ് ജയിൽ ഏതാ? കേരളത്തിലെ ആദ്യത്തെ ഹരിത സബ് ജയിൽ കണ്ണൂർ സബ് ജയിലാണ്. ഓക്കെ, ഹരിത സബ് ജയിൽ. ഈ ഹരിത നിറം, പച്ച നിറമൊക്കെ നമുക്ക് കാണണമെങ്കിൽ എന്തായാലും കണ്ണ് വേണമല്ലോ, അപ്പോൾ കണ്ണൂർ സബ് ജയിൽ എന്നൊക്കെ ഓർത്ത് വെച്ചേക്കാം. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ ലേബർ മൂവ്മെൻറ്റ് മ്യൂസിയം സ്ഥാപിതമായിട്ടുള്ള ജില്ല ഏത് ജില്ല? ആലപ്പുഴ ജില്ലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലേബർ മൂവ്മെൻറ്റ് മ്യൂസിയം സ്ഥാപിതമായിട്ടുള്ള ജില്ല. നമുക്കറിയാം കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ താലൂക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ താലൂക്കാണ്. എവിടെയാണ്? അട്ടപ്പാടിയാണ് അല്ലേ, അട്ടപ്പാടിയിലാണ് കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ താലൂക്ക്. ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഒന്ന് പഠിച്ചേക്കണേ. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനാഷണൽ വുമൺ ട്രേഡ് സെൻറ്റർ നിലവിൽ വന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനാഷണൽ വുമൺ ട്രേഡ് സെൻറ്റർ നിലവിൽ വന്നിട്ടുള്ള എവിടെയാണ്? കേരളമാണ്. ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമ മത്സ്യപ്രജനന വിത്തുൽപാദന കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ്? ആൻസർ വിഴിഞ്ഞമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമ മത്സ്യപ്രജനന വിത്തുൽപാദന കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വിഴിഞ്ഞമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചോളൂ, കൃത്രിമ മത്സ്യപ്രജനനമാണ്. അപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് മത്സ്യം മുട്ടയൊന്നും ഇടുന്നില്ലെങ്കിൽ എന്നൊക്കെ വിചാരിക്കുക, വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നില്ലെങ്കിൽ നമ്മൾ അതിനെ കൊണ്ട് പിഴിഞ്ഞ് മുട്ടയിടിയിപ്പിക്കുന്ന ഓർത്താൽ മതി കേട്ടോ. അപ്പോൾ പിഴിഞ്ഞ്, വിഴിഞ്ഞം അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അടുത്ത ചോദ്യം. കേരളത്തിലെ ആദ്യ തരിശുരഹിത ബ്ലോക്ക് പഞ്ചായത്ത്, കേരളത്തിലെ ആദ്യ തരിശുരഹിത ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? അന്തിക്കാടാണ്. ഓക്കെ, തരിശുരഹിതം എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഫുള്ളിങ്ങനെ തരിശൊന്നും ഇല്ല, ഫുള്ളിങ്ങനെ കാട് പോലെയാണെന്നൊക്കെ ഓർത്ത് വയ്ക്കുക. അന്തിക്കാടാണ്. അപ്പം അങ്ങനെ മുഴുവൻ കാട് പോലെ ആയതുകൊണ്ട് തന്നെ അവിടെ നല്ല ബ്ലോക്കായെന്നും ഓർത്ത് വയ്ക്കുക. അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് എന്നുള്ളതും കൂടെ ഓർത്ത് വെച്ചേക്കാം. കേരളത്തിലെ ആദ്യ തരിശുരഹിത ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? അന്തിക്കാടാണ്. കേരളത്തിലെ ആദ്യത്തെ എസ്കലേറ്റർ കം എലിവേറ്റർ കം ഫുട് ഓവർ ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്ത എവിടെയാണ്? കോഴിക്കോടാണ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, അപ്പോൾ നമുക്ക് തെറ്റില്ല. അതായത് ഈ കോഴികൾക്കൊക്കെ റോഡിലൊക്കെ ഭയങ്കര വാഹനങ്ങളും ട്രാഫിക്കൊക്കെ ആയതുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒരു ഫുട് ഓവർ ബ്രിഡ്ജൊക്കെ അവിടെ ഉദ്ഘാടനം ചെയ്തു, അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. സംസ്ഥാന സർക്കാർ നേരിട്ട് നടത്തുന്ന സപ്ലൈകോയുടെ ആദ്യ പൊതുവിതരണ കേന്ദ്രം ആരംഭിച്ച തിരുവനന്തപുരം ജില്ലയിലെ പ്രദേശം ഏതാണ്? പുളിമൂട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി, നമ്മുടെ സപ്ലൈകോയിൽ നിന്നൊക്കെ നമുക്ക് പുളിയൊക്കെ കിട്ടും, അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. പുളിമൂട്ടിലാണ്. അടുത്ത ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ പ്രകൃതിവാതകത്തിൽ പ്രവർത്തിക്കുന്ന സ്മാർട്ട് ബസ് സർവീസ് ആരംഭിച്ചുള്ള നഗരം ഏതാണ്? കൊച്ചി നഗരമാണ്. കേരളത്തിലെ ആദ്യത്തെ പ്രകൃതിവാതകത്തിൽ പ്രവർത്തിക്കുന്ന സ്മാർട്ട് ബസ് സർവീസ് ആരംഭിച്ചുള്ള നഗരം ഏതാണ്? കൊച്ചിയാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ ആന പരിപാലന പുനരധിവാസ കേന്ദ്രമായിട്ട് മാറുന്ന എവിടെയാണ്? കോട്ടൂരാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തോളൂ, അതായത് ചില ആൾക്കാർ ഇങ്ങനെ കോട്ടൊക്കെ ഇട്ട്, ഓൾറെഡി നല്ല വണ്ണമൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും, കോട്ടും കൂടെ ഒക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മളിങ്ങനെ കളിയാക്കി പറയില്ലേ ആന പോലെയായി, അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ ആന പരിപാലന പുനരധിവാസ കേന്ദ്രമായിട്ട് മാറുന്നത് കോട്ടൂരാണ്. അടുത്ത ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ ഗോത്ര പൈതൃക ഗ്രാമം ഏതാണ്? എൻ ഊര്. കേരളത്തിലെ ആദ്യത്തെ ഗോത്ര പൈതൃക ഗ്രാമം ഏതാണ്? എൻ ഊര്. ഇതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ സമഗ്ര ഗാന്ധി മ്യൂസിയം നിലവിൽ വരുന്നത് ഏത് ജില്ലയിലാണ്? കേരളത്തിലെ ആദ്യത്തെ സമഗ്ര ഗാന്ധി മ്യൂസിയം നിലവിൽ വരുന്നത് ആലപ്പുഴയിലാണ്. എവിടെയാണ്? ആലപ്പുഴയിലാണ്. കേരളത്തിൽ ആദ്യമായിട്ട് പ്രാദേശിക കാലാവസ്ഥ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനായിട്ട് ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകൾ ആരംഭിച്ച നിയോജക മണ്ഡലം ഏതാ? കാട്ടാക്കടയാണ്. ഓക്കെ, ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകൾ ആരംഭിച്ചിട്ടുള്ള നിയോജക മണ്ഡലമാണ് കാട്ടാക്കട. അപ്പോൾ ഈ വെതർ എന്നൊക്കെ പറയുമ്പോൾ ജസ്റ്റ് ആലോചിച്ചോ, നല്ല മഴയും അല്ലെങ്കിൽ പ്രളയമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാട്ടാന എന്നൊക്കെ ഓർത്താൽ പോരെ. അപ്പോൾ കാട്ടാക്കടയാണ് കേട്ടോ. അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് പ്രാദേശിക കാലാവസ്ഥ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനായിട്ട് ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകൾ ആരംഭിച്ചിട്ടുള്ള നിയോജക മണ്ഡലം ചോദിക്കുകയാണെങ്കിൽ കാട്ടാക്കടയാണ്. കേരളത്തിലെ ആദ്യ പ്രതിരോധ പാർക്ക് സ്ഥാപിതമായിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒറ്റപ്പാലം. അപ്പോൾ പ്രതിരോധമൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് അങ്ങ് പ്രതിരോധിക്കണം എന്നൊക്കെ ആലോചിക്കാം, ഒറ്റയ്ക്ക് ഡിഫെൻഡ് ചെയ്യണം എന്നൊക്കെ ഒന്ന് ഓർത്താൽ മതി കേട്ടോ. കേരളത്തിലെ ആദ്യ പ്രതിരോധ പാർക്ക് സ്ഥാപിതമായിട്ടുള്ളത് ഒറ്റപ്പാലം. കേരളത്തിലെ ആദ്യ പ്രതിരോധ പാർക്കിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച ആരാ? പിണറായി വിജയനാണ്. കേരളത്തിലെ ആദ്യ പ്രതിരോധ പാർക്കിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ പിണറായി വിജയൻ. കേരളത്തിലെ രണ്ടാമത്തെ ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് നിലവിൽ വരുന്ന എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പറയാമോ? രണ്ടാമത്തെയാണ് ചോദിച്ചിട്ടുള്ളത്, ബ്രഹ്മപുരമാണ്.
ആദ്യത്തെ ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ് ഫസ്റ്റ് എവിടെയായിരുന്നു? ഫസ്റ്റ് ശക്തൻ തമ്പുരാൻ ബയോ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആണ് കേട്ടോ തൃശ്ശൂരുള്ളത്. ഓക്കെ, ശക്തൻ തമ്പുരാൻ ബയോ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആണ്. രണ്ടാമത്തെയാണ് ബ്രഹ്മപുരം. ഓർത്തു വയ്ക്കണേ. അടുത്ത ചോദ്യത്തിലേക്ക് കയറാം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വനിതാ പാസ്പോർട്ട് സേവാ കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ്? തൃപ്പൂണിത്തറയാണ്. അപ്പോൾ തൃപ്പൂണിത്തറ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മളിങ്ങനെ ട്രിപ്പ് എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കാമല്ലോ അല്ലേ? നമ്മൾ ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് എന്തായാലും പാസ്പോർട്ടൊക്കെ വേണം. അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ വനിതാ പാസ്പോർട്ട് സേവാ കേന്ദ്രം എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ തൃപ്പൂണിത്തറയാണ് കേട്ടോ, കൊച്ചിയിലാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കയറാം. കേരളത്തിലെ ആദ്യ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരംഭിച്ച ഏത് ജില്ലയിലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. എവിടെയാണ്? കൊല്ലമാണ്. ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഓരോ കൊല്ലവും നമ്മൾ ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയിട്ട് ബുക്ക് വാങ്ങുന്നോ അല്ലെങ്കിൽ ബുക്ക് കിട്ടുന്നോ അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. കൊല്ലമാണ് കേട്ടോ. കേരളത്തിലെ ആദ്യ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരംഭിച്ച എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കൊല്ലമാണ്. കേരളത്തിലെ ആദ്യ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരുടെ പേരിലാണ് നാമകരണം ചെയ്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരുടെയാ? ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലാണ് നാമകരണം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. കേരളത്തിലെ ആദ്യത്തെ മെഗാ ഫുഡ് പാർക്ക് ഉദ്ഘാടനം ചെയ്ത് എവിടെയാണ്? കഞ്ചിക്കോടാണ്. അപ്പോൾ ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കഞ്ഞിയായിട്ടൊക്കെ ആലോചിക്കാമല്ലോ. അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ, കഞ്ചിക്കോടാണ്. കേരളത്തിലായത്തെ മെഗാ ഫുഡ് പാർക്ക് ഉദ്ഘാടനം ചെയ്ത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കഞ്ചിക്കോടാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള തുരങ്കപാത ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ആനക്കാംപോയൽ, കള്ളാടി, മേപ്പാടി. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ ആദ്യ ഹരിത സമൃദ്ധി ഗ്രാമപഞ്ചായത്ത് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കരവാരമാണ് കേട്ടോ. ജസ്റ്റ് ഓർത്തോളൂ, ഈ കരയുടെ ഒക്കെ ഓരത്ത് അവിടെ നിറച്ചിങ്ങനെ മരങ്ങളൊക്കെ ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ആലോചിക്കാമല്ലോ. ഹരിതം, പച്ച കളർ, അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. നിറച്ച് മരങ്ങളൊക്കെ ആയിട്ട് സമൃദ്ധിയായിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഗ്രാമങ്ങളിലായിരിക്കില്ല അങ്ങനെയൊക്കെ നിൽക്കുക. അപ്പോൾ കരയുടെ ഓരത്ത് ഹരിത സമൃദ്ധി ഗ്രാമപഞ്ചായത്ത്, ഇതൊക്കെ ആയിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ കേരളത്തിലായത് ഹരിത സമൃദ്ധി ഗ്രാമപഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ കരവാരം എന്നുള്ളത് ഓർക്കുക. ഇന്ത്യയിൽ ആദ്യ വാട്ടർ ടാക്സി സർവീസ് നടത്തുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയിൽ ആദ്യ വാട്ടർ ടാക്സി സർവീസ് നടത്തുന്ന പ്രദേശങ്ങൾ. വാട്ടർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം പുഴ അല്ലേ? അപ്പോൾ ആലപ്പുഴ മുതൽ വൈക്കം വരെ. ഓക്കെ, ആലപ്പുഴ ടു വൈക്കം. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ ആദ്യത്തെ ഇൻറ്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെൻറ്റർ നിലവിൽ വന്ന തിരുവനന്തപുരം ജില്ലയിലെ പ്രദേശം ചോദിക്കുകയാണെങ്കിൽ പാങ്ങാപ്പാറയാണ്. എവിടെയാണ്? പാങ്ങാപ്പാറ. കേരളത്തിലെ ആദ്യത്തെ ഇൻറ്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെൻറ്റർ നിലവിൽ വന്നിട്ടുള്ള തിരുവനന്തപുരം ജില്ലയിലെ പ്രദേശമാണ് പാങ്ങാപ്പാറ. അപ്പോൾ ഫാമിലിയുടെ ഒക്കെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നന്നായിട്ട് മാങ്ങ കഴിച്ചാൽ മതി. പാങ്ങ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഒന്ന് ഓർത്ത് വയ്ക്കാം. പാങ്ങാപ്പാറ കേട്ടോ. അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റും കൂടി ഉണ്ട്, തെറ്റാൻ ചാൻസ് ഉള്ള ഒരു പോയിന്റും കൂടിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കുടുംബാരോഗ്യ കേന്ദ്രം തീർച്ചയായിട്ടും പഠിച്ചു വയ്ക്കണം. എവിടെയാണ്? വാഴക്കാടാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കുടുംബാരോഗ്യ കേന്ദ്രം എവിടെയാണ്? വാഴക്കാട് കുടുംബാരോഗ്യ കേന്ദ്രമാണ്. മലപ്പുറം ജില്ലയിലാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും വലിയ കുടുംബാരോഗ്യ കേന്ദ്രമാണ് അല്ലേ? അപ്പോൾ ജസ്റ്റ് ആലോചിച്ചോളൂ, കുടുംബത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നല്ല വാഴപ്പഴം കഴിക്കും. അങ്ങനെ വാഴക്കാട് ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത് രണ്ടും മാറിപ്പോരുതേ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ ആദ്യ ശുചിത്വ ബ്ലോക്ക് പഞ്ചായത്ത് എവിടെയാ? വടകരയാണ്. ഓക്കെ, കേരളത്തിലെ ആദ്യ ശുചിത്വ ബ്ലോക്ക് പഞ്ചായത്താണ് എവിടെയാണ്? വടകരയാണ്. അപ്പോൾ ഒന്ന് ഓർത്തോളൂ, ഈ വടയൊക്കെ വിൽക്കുന്ന സ്ഥലത്തുണ്ടല്ലോ, നല്ല ശുചിത്വമുള്ള വടയൊക്കെ വിൽക്കുന്ന സ്ഥലത്ത് നല്ലൊരു ബ്ലോക്ക് ഉണ്ടാവും അല്ലേ? നിറച്ച ആൾക്കാർ വണ്ടിയൊക്കെ നിർത്തി അവിടെയൊക്കെ ഫുൾ ബ്ലോക്ക് ആയിട്ടുണ്ടാവും എന്ന് ആലോചിക്കാം. അപ്പോൾ ശുചിത്വ ബ്ലോക്ക് പഞ്ചായത്താണ് വടകര. അടുത്ത ചോദ്യത്തിലേക്ക് കയറാം. കേരളത്തിലെ ആദ്യ ബാലസൗഹാർദ്ദ ബ്ലോക്ക് പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ പുഴയ്ക്കലാണ്. കേരളത്തിലെ ആദ്യ ബാലസൗഹാർദ്ദ ബ്ലോക്ക് പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ പുഴയ്ക്കലാണ്. അപ്പോൾ ബാലന്മാർ പുഴയുടെ അടുത്തൊക്കെ പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ബാലസൗഹാർദ്ദ ബ്ലോക്ക് പഞ്ചായത്താണ് പുഴയ്ക്കൽ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല വേഗം പറഞ്ഞോളൂ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല ചോദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരമാണ്. ഓക്കെ, പച്ചത്തുരുത്ത്, തുരുത്ത്, തിരു എന്നൊക്കെ ഓർക്കുക കേട്ടോ. അപ്പോൾ പച്ചത്തുരുത്ത് ജില്ല ചോദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ല. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ആദ്യ നാട്ടുമാവ് പൈതൃക പ്രദേശമായിട്ട് പ്രഖ്യാപിച്ചത് എവിടെയാ? കണ്ണപുരമാണ് കേട്ടോ. നാട്ടുമാവ് പൈതൃക പ്രദേശമായിട്ട് പ്രഖ്യാപിച്ചത് കണ്ണപുരമാണ്. അപ്പോൾ നാട്ടുമാവിന് അല്ലെങ്കിൽ നാട്ടിലെ മാവിന് കണ്ണിടല്ലേ എന്നൊക്കെ ഒന്ന് ഓർത്താൽ മതി. കണ്ണപുരം കേട്ടോ. അടുത്ത ചോദ്യം. കേരളത്തിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ ആരാ? ഒ സജിത. അപ്പോൾ നമുക്ക് എക്സസൈസ് എന്ന് പറയുമ്പോൾ എക്സസൈസ് ഒക്കെ ഒന്ന് ആലോചിക്കാം കേട്ടോ. എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ പറയില്ലേ, ഇനിയിപ്പോൾ എക്സസൈസ് ചെയ്യണം, അങ്ങനെ വെച്ചിട്ട് തന്നെ കണക്ട് ചെയ്തോളൂ. ഒ സജിത എന്നുള്ളത് ഓർക്കുക. കേരളത്തിലെ ആദ്യ വനിത എക്സൈസ് ഇൻസ്പെക്ടർ ആരാണ്? ഒ സജിത. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ ആദ്യ ഗ്രീൻ ടെക്നോളജി സെൻറ്റർ നിലവിൽ വന്ന കോഴിക്കോട് ജില്ലയിലെ പ്രദേശം ഏതാ? വടകരയാണ് കേട്ടോ. കേരളത്തിലെ ആദ്യ ഗ്രീൻ ടെക്നോളജി സെൻറ്റർ നിലവിൽ വന്നിട്ടുള്ള കോഴിക്കോട് ജില്ലയിലെ പ്രദേശമാണ് വടകര. ഗ്രീൻ അല്ലേ, കരയുടെ അടുത്തൊക്കെ നിറച്ച് ഗ്രീൻ കളറാണെന്നൊക്കെ ഓർത്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ആദ്യത്തെ ഇൻറ്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെൻറ്റർ നിലവിൽ വന്ന ജില്ല വേഗം പറഞ്ഞോളൂ. തിരുവനന്തപുരം ജില്ലയാണ്. കേരളത്തിലെ ആദ്യത്തെ ഇൻറ്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെൻറ്റർ നിലവിൽ വന്നിട്ടുള്ള ജില്ല ചോദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കയറാം. ഫിഷറീസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ മറൈൻ ആംബുലൻസ് സർവീസ് ഏതാ?
പ്രതീക്ഷയാണ്. അപ്പോൾ ആദ്യത്തെ പ്രതീക്ഷയാണ്. അപ്പോൾ അതിനുശേഷം വന്നിട്ടുള്ള രണ്ടെണ്ണമാണ് കാരുണ്യം, പ്രത്യാശയും. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലത്തെ മെറൈൻ ആംബുലൻസ് സർവീസാണ്. പക്ഷെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കേരളത്തിലെ ആദ്യത്തെ മെറൈൻ ആംബുലൻസ് സർവീസാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായി എന്നൊക്കെ ഒന്ന് ഓർത്താൽ മതി കേട്ടോ. അപ്പോൾ പ്രതീക്ഷയാണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ ആദ്യമായിട്ട് ചെറുകുടൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായിട്ട് നടത്തിയിട്ടുള്ള ആശുപത്രി ചോദിക്കുകയാണെങ്കിൽ ഏതാ? അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ്, കൊച്ചിയിലുള്ളതാണ്. ചെറുകുടൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ജസ്റ്റ് ഒന്ന് ഓർത്തോളൂ. നമ്മളിങ്ങനെ അമൃത എന്ന് പറയുമ്പോഴല്ലോ അമിതമായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ചെറുകുടലിനെയാണെന്നൊക്കെ ഓർത്താൽ മതി. അപ്പോൾ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കയറാം. കേരളത്തിൽ 2000 മെഗാവാട്ട് ശേഷിയുള്ള പവർ സ്റ്റേഷൻ നിലവിൽ വരുന്ന എവിടെയാണ്? 2000 മെഗാവാട്ട് ശേഷിയുള്ള പവർ സ്റ്റേഷൻ നിലവിൽ വരുന്ന എവിടെയാണ്? മാടക്കത്തറയാണ് കേട്ടോ. എവിടെയാണ്? മാടക്കത്തറ. ഓർത്ത് വയ്ക്കണേ. കേരളത്തിൽ 2000 മെഗാവാട്ട് ശേഷിയുള്ള പവർ സ്റ്റേഷൻ നിലവിൽ വരുന്ന എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മാടക്കത്തറ. അപ്പോൾ നല്ല പവറാണ്, തറയ്ക്കൊക്കെ നല്ല പവറാണെന്നൊക്കെ വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. കേരളത്തിലെ ആദ്യത്തെ കൈത്തറി മ്യൂസിയം എവിടെയാ? കണ്ണൂരാണ്. കേരളത്തിലെ ആദ്യത്തെ കൈത്തറി മ്യൂസിയം കണ്ണൂർ. അപ്പോൾ നമ്മൾ ഓരോ ജില്ലേനെയും ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സുകൾ ക്ലാസ്സിന് ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ ഈ ഒരു പോയിന്റൊക്കെ ഞാൻ അവിടെ ഡിസ്കസ് ചെയ്യാം. അടുത്ത ചോദ്യം, കിൻഫ്രയുടെ കീഴിൽ സംസ്ഥാനത്തെ ആദ്യത്തെ സീ ഫുഡ് പാർക്ക് നിലവിൽ വരുന്ന എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അരൂരാണ്. കിൻഫ്രയുടെ കീഴിൽ സംസ്ഥാനത്തെ ആദ്യത്തെ സീ ഫുഡ് പാർക്കാണ് ചോദിച്ചിട്ടുള്ളത്. വരുന്ന എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? അരൂരാണ്. ഓക്കെ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഹരിത സമൃദ്ധി ബ്ലോക്ക് പഞ്ചായത്ത്. വേഗം ആൻസർ പറഞ്ഞ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഹരിത സമൃദ്ധി ബ്ലോക്ക് പഞ്ചായത്ത്. ഹരിതം പച്ചക്കളറൊക്കെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ. എവിടെയായിരുന്നു? കരയുടെ ഓരത്താണെന്നൊക്കെ പറഞ്ഞില്ലേ? കരവാരം. മറക്കരുത് കേട്ടോ, കരവാരം. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ദുരിതാശ്വാസ അഭയകേന്ദ്രം നിലവിൽ വന്ന ഗ്രാമപഞ്ചായത്ത് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ മാരാരിക്കുളമാണ്. ഓക്കെ. കേരളത്തിലെ ആദ്യത്തെ ദുരിതാശ്വാസ അഭയകേന്ദ്രം നിലവിൽ വന്നിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ മാരാരിക്കുളം. അപ്പോൾ ദുരിതമൊക്കെ അവസാനം മാറിക്കോളും, മാറിക്കോളും എന്നൊക്കെ ഓർക്കുക കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കയറാം. കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിത രജിസ്ട്രാർ ജനറലാണ് ചോദിച്ചിട്ടുള്ളത്. കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിത രജിസ്ട്രാർ ജനറൽ ആരാണ്? സോഫി തോമസ് ആണ്. അപ്പോൾ ആദ്യത്തെ വനിത രജിസ്ട്രാർ ജനറലാണ്. അപ്പോൾ രജിസ്ട്രാർ എന്ന് പറയുമ്പോൾ നമുക്ക് രജിസ്ട്രേഷനൊക്കെ ആലോചിക്കാം. രജിസ്ട്രേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു സോഫയിലേക്ക് ഇരുത്തിയിട്ടാണ് രജിസ്ട്രേഷൻ ചെയ്തതെന്നൊക്കെ ഒന്ന് ഓർത്താൽ മതി കേട്ടോ. അപ്പോൾ കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിത രജിസ്ട്രാർ ജനറൽ ചോദിക്കുകയാണെങ്കിൽ സോഫി തോമസ് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. കേരളത്തിലെ ആദ്യത്തെ തരിശുരഹിത പഞ്ചായത്ത് ചെങ്കലാണ്. അപ്പോൾ ജസ്റ്റ് ആലോചിച്ചോ, തരിശുരഹിത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തരിശുണ്ടാവില്ല അല്ലേ? എങ്ങനെയാണ്? നമ്മൾ ചെങ്കലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, ചെങ്കൽ മണ്ണൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ നന്നായിട്ട് ഇങ്ങനെ ചെടിയൊക്കെ വളർന്നു വരും. അങ്ങനെ തരിശുരഹിതമാവുന്നൊക്കെ ആലോചിക്കാം. അപ്പോൾ തരിശുരഹിത പഞ്ചായത്താണ് ചെങ്കൽ എന്നുള്ളത് ഓർത്ത് വയ്ക്കണം കേട്ടോ. തരിശുരഹിത പഞ്ചായത്താണ് ചെങ്കൽ. അടുത്തത്, കേരളത്തിലെ ഏറ്റവും വലിയ കോളേജ് ലൈബ്രറി നിലവിൽ വന്നിട്ടുള്ള എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏത് കലാലയമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? തലശ്ശേരി ബ്രണ്ണൻ കോളേജാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ കോളേജ് ലൈബ്രറി നിലവിൽ വന്നിട്ടുള്ള കലാലയം എവിടെയാണ്? തലശ്ശേരി ബ്രണ്ണൻ കോളേജ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സുകളൊന്ന് വേഗം ഡിസ്കസ് ചെയ്യാം. ഓക്കെ. തെരഞ്ഞെടുപ്പിൽ എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏതാ? കണ്ണൂരാണ്. ഓക്കെ. തെരഞ്ഞെടുപ്പിൽ എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ ജില്ല ചോദിക്കുകയാണെങ്കിൽ കണ്ണൂരാണ്. അപ്പോൾ എല്ലായിടത്തും നമുക്കിങ്ങനെ കണ്ണു വെച്ച് നോക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവിടെ വെബ്കാസ്റ്റിംഗ് ചെയ്തു എന്നോ അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയുള്ള കേരളത്തിലെ ജില്ല കണ്ണൂരാണ്. കേരളത്തിലെ തെയ്യം മ്യൂസിയം നിലവിൽ വന്നുള്ള ജില്ല ചോദിക്കുകയാണെങ്കിൽ കണ്ണൂരാണ്. കേരളത്തിൽ ആദ്യമായിട്ട് കണ്ണുകളുടെ ക്യാൻസർ ചികിത്സയ്ക്ക് ഓക്യുലർ ഓങ്കോളജി വിഭാഗം നിലവിൽ വന്ന ആശുപത്രി ഏതാ? മലബാർ ക്യാൻസർ സെൻറ്റർ തലശ്ശേരിയാണ്. കേരളത്തിൽ ആദ്യമായിട്ട് കണ്ണുകളുടെ ക്യാൻസറാണ് കേട്ടോ. കണ്ണുകളുടെ ക്യാൻസർ ചികിത്സയ്ക്ക് ഓക്യുലർ ഓങ്കോളജി വിഭാഗം നിലവിൽ വന്നിട്ടുള്ള ആശുപത്രി ഏതാണ്? മലബാർ ക്യാൻസർ സെൻറ്റർ തലശ്ശേരി. ഇനി അടുത്ത് നമുക്ക് കോഴിക്കോടിനെ ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സുകളൊന്ന് വേഗം നോക്കാം. സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ മാലിന്യമുക്ത ശുചിത്വ മുനിസിപ്പാലിറ്റി ഏതാണ്? വടകരയാണ്. നമ്മുടെ വട നല്ല ശുചിത്വമുള്ള വടയാണെന്നൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഹോർട്ടികോർപ്പിൻ്റെ കേരളത്തിൽ ആദ്യ സൂപ്പർ മാർക്കറ്റ് നിലവിൽ വന്നിട്ടുള്ള എവിടെയാണ്? വെങ്ങേരിയാണ്. എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ് കേട്ടോ. വെങ്ങേരി എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. അപ്പോൾ ഹോർട്ടികോർപ്പിൻ്റെ കേരളത്തിൽ ആദ്യ സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നല്ല അരി കിട്ടുമെന്നോ അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. വെങ്ങേരി എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. കോഴിക്കോട് ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യ എസ്കലേറ്റർ കം ഫൂട്ട് ഓവർ ബ്രിഡ്ജ് നിലവിൽ വന്ന എവിടെയാണ്? കോഴിക്കോടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കോഴിക്ക് ഇങ്ങനെ എസ്കലേറ്ററൊക്കെ വെച്ച് കൊടുത്തു, ഫൂട്ട് ഓവർ ബ്രിഡ്ജൊക്കെ വെച്ച് കൊടുത്തു എന്നൊക്കെ നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത് പറഞ്ഞില്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അടുത്ത ചോദ്യം,
മാലിന്യത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ വേസ്റ്റ് ടു എനർജി പ്ലാന്റ് നിലവിൽ വന്നിട്ടുള്ളത് കോഴിക്കോട്. ഇതെല്ലാം കോഴിക്കോടിനെ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റ്സുകളാണ്. മാലിന്യത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ വേസ്റ്റ് ടു എനർജി പ്ലാന്റ് നിലവിൽ വന്നിട്ടുള്ളത് കോഴിക്കോടാണ്. അപ്പോൾ നമ്മുടെ കോഴിയൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര വേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മളത് കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് എനർജിയും കിട്ടും. അപ്പോൾ വേസ്റ്റ് ടു എനർജി പ്ലാന്റ് നിലവിൽ വന്നിട്ടുള്ള എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കോഴിക്കോട്. അങ്ങനെ ഓർത്ത് വയ്ക്കുക കേട്ടോ. കേരളത്തിലെ ആദ്യ ഗ്രീൻ ടെക്നോളജി സെന്റർ നിലവിൽ വന്നിട്ടുള്ള നഗരം ഏതാ? വടകരയാണ്. ഗ്രീൻ കളർ, നമ്മുടെ കരയിൽ ഫുൾ ഗ്രീൻ കളർ, ഗ്രീൻ ടെക്നോളജി സെന്റർ നിലവിൽ വന്നിട്ടുള്ള നഗരം ചോദിക്കുകയാണെങ്കിൽ വടകരയാണ്. കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ ബ്ലോക്ക് പഞ്ചായത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു വടകര. ഇതൊക്കെ ഒന്ന് ഓർക്കണേ. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സ് നമുക്ക് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ മാലിന്യമുക്ത ശുചിത്വ മുനിസിപ്പാലിറ്റി വടകരയാണ്. ഹോർട്ടികോർപ്പിന്റെ കേരളത്തിലെ ആദ്യ സൂപ്പർ മാർക്കറ്റ് നിലവിൽ വന്നിട്ടുള്ളത് വെങ്ങേരി. കേരളത്തിലെ ആദ്യത്തെ എസ്കലേറ്റർ കം ഫുട് ഓവർ ബ്രിഡ്ജ് നിലവിൽ വന്നിട്ടുള്ളത് കോഴിക്കോടാണ്. മാലിന്യത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ വേസ്റ്റ് ടു എനർജി പ്ലാന്റ് നിലവിൽ വന്നിട്ടുള്ളത് കോഴിക്കോടാണ്. കേരളത്തിലെ ആദ്യത്തെ ഗ്രീൻ ടെക്നോളജി സെന്റർ നിലവിൽ വന്നിട്ടുള്ള നഗരം ചോദിക്കുകയാണെങ്കിൽ വടകര. കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ ബ്ലോക്ക് പഞ്ചായത്ത് വടകര. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. ഏഷ്യയിലെ രണ്ടാമത്തെയും ഇന്ത്യയിലെ ആദ്യത്തെയുമായിട്ടുള്ള കണ്ടൽ മ്യൂസിയം നിലവിൽ വന്നിട്ടുള്ളത് കൊയിലാണ്ടി. കണ്ടൽ, കൊയിലാണ്ടി. ഓക്കെ, കണ്ടൽ മ്യൂസിയം നിലവിൽ വന്നിട്ടുള്ളത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കൊയിലാണ്ടിയാണ്. കേരളത്തിലെ ആദ്യത്തെ നായപിടുത്ത പരിശീലന കേന്ദ്രം നിലവിൽ വന്നിട്ടുള്ളത് എവിടെയാണ്? കോഴിക്കോടാണ്. അപ്പോൾ കോഴീനെ പിടിക്കുന്ന ഓർത്താൽ മതി കേട്ടോ. കേരളത്തിലെ ആദ്യ നായപിടുത്ത പരിശീലന കേന്ദ്രം നിലവിൽ വന്നിട്ടുള്ള എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കോഴിക്കോടാണ്. അടുത്ത് നമുക്ക് തിരുവനന്തപുരത്തിനെ ബേസ് ചെയ്തതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സുകളൊന്ന് വേഗം നോക്കാം. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അനാച്ഛാദനം ചെയ്ത PN പണിക്കരുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്ന നഗരം എവിടെ? പൂജപ്പുരയാണ്. ഓക്കെ, PN പണിക്കരുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്ന നഗരം ചോദിക്കുകയാണെങ്കിൽ പൂജപ്പുര. രണ്ടും പാ വെച്ചിട്ടുണ്ട് കേട്ടോ. PN പണിക്കർ, പൂജപ്പുര. സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം രാജ്യത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞ സൈനികർക്കായിട്ട് യുദ്ധസ്മാരകം നിലവിൽ വരുന്നത് ആക്കുളമാണ്. ഓക്കെ, സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞ സൈനികർക്കായിട്ട് യുദ്ധസ്മാരകം നിലവിൽ വരുന്ന എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? ആക്കുളം. അല്ലേ, ആക്കുളം എന്നുള്ളത് ഓർത്തു വയ്ക്കുക കേട്ടോ. അടുത്തത്, ഓഖി ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ സ്മരണാർത്ഥം ഓഖി സ്മാരക പാർക്ക് നിലവിൽ വരുന്ന എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പൊഴിയൂരാണ്. ഒരുപാട് പേരുടെ ജീവനൊക്കെ പൊഴിഞ്ഞു പോയെന്നൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. പൊഴിയൂരാണ്. ഓഖി ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ സ്മരണാർത്ഥം ഓഖി സ്മാരക പാർക്ക് നിലവിൽ വന്ന എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പൊഴിയൂരാണ്. ഇന്ത്യയിലെ ആദ്യ താളിയോല രേഖകൾ മ്യൂസിയം നിലവിൽ വന്നിട്ടുള്ളത് തിരുവനന്തപുരത്ത് നമുക്കറിയാലോ കുറേ രാജാക്കന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യ താളിയോല രേഖകൾ മ്യൂസിയം നിലവിൽ വന്നിട്ടുള്ള എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. അടുത്ത് നമുക്ക് കാസർഗോഡിനെ ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സുകളൊന്ന് വേഗം നോക്കാം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സർക്കാർ ആട് ഫാം നിലവിൽ വരുന്നത് എവിടെയാണ്? ബേഡാഡുക്കയാണ്. കാസർഗോഡ് ജില്ലയിലാണ് കേട്ടോ. അപ്പോൾ ആടെന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആലോചിക്കാമല്ലോ. ആടിന് ഭയങ്കര കാശാണ്. കാസർഗോഡ് അങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കുക. മട്ടനൊക്കെ ഇപ്പോൾ നല്ല റേറ്റ് അല്ലേ, അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ നമുക്ക് കാസർഗോഡ് എന്നുള്ളത് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ സോളാർ പാർക്ക് ചോദിക്കുകയാണെങ്കിലും അതും കാസർഗോഡാണ്. ഓക്കെ, 2 പോയിന്റുകളൊന്ന് ഓർത്ത് വയ്ക്കുക. ഇഷ്ടംപോലെ പോയിന്റ്സുകളുണ്ട്. ഞാനിപ്പോൾ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളത്. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കുടുംബാരോഗ്യ കേന്ദ്രം എവിടെയാണ്? വാഴക്കാട് കുടുംബാരോഗ്യ കേന്ദ്രം. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്. അപ്പോൾ കുടുംബത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വാഴപ്പഴമൊക്കെ കഴിക്കണം. വാഴക്കാട് എന്നുള്ളത് ആലോചിച്ച് വയ്ക്കുക കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കുടുംബാരോഗ്യ കേന്ദ്രം ഏതാണ്? വാഴക്കാട് കുടുംബാരോഗ്യ കേന്ദ്രം. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായിട്ട് ശലഭം പദ്ധതി ആരംഭിച്ചിട്ടുള്ള ജില്ല ചോദിക്കുകയാണെങ്കിൽ മലപ്പുറമാണ്. ഓക്കെ, സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായിട്ട് ശലഭം പദ്ധതി ആരംഭിച്ചിട്ടുള്ള ജില്ല ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? മലപ്പുറം എന്നുള്ളത് ഓർത്തു വയ്ക്കുക. കേരളത്തിൽ ഹൗറ മോഡൽ തൂക്കുപാലം നിലവിൽ വന്നിട്ടുള്ള സ്ഥലം ചോദിക്കുകയാണെങ്കിൽ പൊന്നാനിയാണ്, മലപ്പുറം ജില്ലയിൽ. കേരളത്തിൽ ഹൗറ മോഡൽ തൂക്കുപാലം നിലവിൽ വന്നിട്ടുള്ള സ്ഥലം ചോദിക്കുകയാണെങ്കിൽ പൊന്നാനിയാണ്, മലപ്പുറം ജില്ലയിലാണ് കേട്ടോ. രാജ്യത്തെ ആദ്യ പ്രഥമ ശുശ്രൂഷ സാക്ഷരതാ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാ? ചേലാമ്പ്രയാണ്. രാജ്യത്തെ ആദ്യ പ്രഥമ ശുശ്രൂഷ സാക്ഷരതാ ബ്ലോക്ക് പഞ്ചായത്ത് ചേലാമ്പ്ര. പ്രഥമ ശുശ്രൂഷ എന്നൊക്കെ പറയുമ്പോൾ ഫസ്റ്റ് എയ്ഡ് അല്ലേ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഫസ്റ്റ് എയ്ഡ് വേണമെങ്കിൽ നമ്മൾ വേഗം അങ്ങോട്ട് ചെല്ലാനൊക്കെ പറയില്ലേ, അങ്ങനെ നമുക്ക് ചേലമ്പ്ര എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അടുത്ത് നമുക്ക് തൃശ്ശൂരിനെ ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് പോയിന്റ്സുകളൊന്ന് വേഗം നോക്കാം. എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്കും ISO സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ള ആദ്യത്തെ ജില്ല ചോദിക്കുകയാണെങ്കിൽ തൃശ്ശൂരാണ്. എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്കും ISO സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ള ആദ്യത്തെ ജില്ല ഏതാണ്? തൃശ്ശൂരാണ്. കേരളത്തിലെ ആദ്യ സർക്കാർ ആയുർവേദ നേതൃരോഗ സ്പെഷ്യാലിറ്റി ആശുപത്രി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? തൃശ്ശൂരാണ്. ചാലക്കുടിയാണ് കേട്ടോ. ചാലക്കുടിയിൽ നമ്മുടെ കുടിയൊക്കെ കൂടിക്കഴിഞ്ഞാൽ കണ്ണടിച്ചു പോകുന്നോ അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ആയുർവേദ നേതൃരോഗ സ്പെഷ്യാലിറ്റി എവിടെയാണ്? ചാലക്കുടിയാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക, തൃശ്ശൂർ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കയറാം. അടുത്ത പോയിന്റ്, ദക്ഷിണേന്ത്യയിലെ ആദ്യ ക്ഷേത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചോദിക്കുകയാണെങ്കിൽ കൊടുങ്ങല്ലൂരാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ ക്ഷേത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചോദിക്കുകയാണെങ്കിൽ കൊടുങ്ങല്ലൂർ. കേരളത്തിലെ ആദ്യ ബാലസൗഹാർദ്ദ ബ്ലോക്ക് പഞ്ചായത്ത് പുഴയ്ക്കൽ. നമ്മൾ പറഞ്ഞില്ലേ ബാലന്മാർ പുഴയുടെ അടുത്ത് പോവാതെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ബാലസൗഹാർദ്ദ ബ്ലോക്ക് പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ പുഴയ്ക്കലാണ്.
ഇനി അടുത്ത എറണാകുളത്തിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സുകളാണ്. കേരളത്തിലെ ആദ്യത്തെ ഹെൽത്ത് ATM സ്ഥാപിതമായിട്ടുള്ള നഗരം എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ ഹെൽത്ത് ATM സ്ഥാപിതമായിട്ടുള്ള നഗരം എറണാകുളം. ഇന്ത്യയിലെ ആദ്യ സാനിറ്ററി നാപ്കിൻ ഫ്രീ പഞ്ചായത്ത് കുമ്പളങ്ങി. ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഇന്ത്യയിലെ ആദ്യ സാനിറ്ററി നാപ്കിൻ ഫ്രീ പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ കുമ്പളങ്ങിയാണ്. കേരളത്തിലെ ആദ്യത്തെ ഭൂഗർഭ വൈദ്യുതി സബ്സ്റ്റേഷൻ നിലവിൽ വന്നിട്ടുള്ള സ്ഥലം ചോദിക്കുകയാണെങ്കിൽ കലൂരാണ്, എറണാകുളത്താണ്. കേരളത്തിലെ ആദ്യ ഭൂഗർഭ വൈദ്യുതി സബ്സ്റ്റേഷൻ നിലവിൽ വന്നിട്ടുള്ള സ്ഥലം ചോദിക്കുകയാണെങ്കിൽ കലൂർ. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ് കേട്ടോ. അപ്പോൾ ഓരോ ജില്ലേനെ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റ്സുകൾ സോർട്ട് ചെയ്തിട്ടുള്ളതാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് നോക്കുക കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ഭൂഗർഭ വൈദ്യുത സബ്സ്റ്റേഷൻ നിലവിൽ വന്നിട്ടുള്ള സ്ഥലം ചോദിക്കുകയാണെങ്കിൽ കലൂരാണ്. കേരളത്തിലെ ആദ്യ ഹെൽത്ത് ATM സ്ഥാപിതമായിട്ടുള്ള നഗരം ചോദിക്കുകയാണെങ്കിൽ എറണാകുളം. ഇന്ത്യയിലെ ആദ്യ സാനിറ്ററി നാപ്കിൻ ഫ്രീ പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ കുമ്പളങ്ങി. ഇന്ത്യയിൽ ആദ്യ സമ്പൂർണ്ണ വനിതാ പാസ്പോർട്ട് സേവാ കേന്ദ്രം സ്ഥാപിതമായിട്ടുള്ള സ്ഥലം നേരത്തെ പറഞ്ഞേ ഏത് ആൻസർ? തൃപ്പൂണിത്തറ. നമ്മൾ ട്രിപ്പിന് പാസ്പോർട്ട് വേണമെന്നൊക്കെ നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നു. ഇന്ത്യയിൽ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് നിലവിൽ വന്നിട്ടുള്ളത് കൊച്ചിയിലാണ്. ഇന്ത്യയിൽ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് നിലവിൽ വന്നിട്ടുള്ളത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കൊച്ചിയിലാണ്. അടുത്ത പോയിന്റ്, കേരളത്തിലെ സമ്പൂർണ്ണ നികുതി സമാഹരണ ജില്ല തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എറണാകുളമാണ്. കേരളത്തിലെ സമ്പൂർണ്ണ നികുതി സമാഹരണ ജില്ല തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എറണാകുളമാണ് കേട്ടോ. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് അന്താരാഷ്ട്ര വനിതാ വ്യാപാര കേന്ദ്രം നിലവിൽ വരുന്നത് അങ്കമാലിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് അന്താരാഷ്ട്ര വനിതാ വ്യാപാര കേന്ദ്രം നിലവിൽ വരുന്ന എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്കമാലി. കേരളത്തിലെ ആദ്യത്തെ ഹ്യൂമൻ മിൽക്ക് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ച് എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. കേരളത്തിലെ ആദ്യത്തെ ഹ്യൂമൻ മിൽക്ക് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ച് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? എറണാകുളം ജനറൽ ഹോസ്പിറ്റലാണ്. അടുത്ത് നമുക്ക് ആലപ്പുഴ ജില്ലേനെ ബേസ് ചെയ്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സുകൾ നോക്കാം. കേരളത്തിൽ ആദ്യമായിട്ട് വൈറ്റ് ടോപ്പിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് റോഡ് നിർമ്മാണം ആരംഭിച്ചത് ആലപ്പുഴ ജില്ലയിലാണ് കേട്ടോ. കേരളത്തിൽ ആദ്യമായിട്ട് വൈറ്റ് ടോപ്പിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് റോഡ് നിർമ്മാണം ആരംഭിച്ചത് എവിടെയാണ്? ആലപ്പുഴയാണ്. കേരളത്തിലെ ആദ്യത്തെ തേനീച്ച പാർക്ക് നിലവിൽ വന്നിട്ടുള്ളത് മാവേലിക്കര. നമ്മുടെ മാവേലി നിറച്ച് തേനീച്ചയാണെന്നൊക്കെ ഓർത്താൽ മതിയെ. കേരളത്തിലെ ആദ്യത്തെ തേനീച്ച പാർക്ക് നിലവിൽ വന്നിട്ടുള്ളത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മാവേലിക്കര. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യത്തൊഴിലാളി ഫ്ലാറ്റ് സമുച്ചയം നിലവിൽ വന്നിട്ടുള്ള ജില്ല ആലപ്പുഴയാണ്. പുഴയാണ്, നിറച്ച് മത്സ്യം എന്നൊക്കെ ഓർക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യത്തൊഴിലാളി ഫ്ലാറ്റ് സമുച്ചയം നിലവിൽ വന്നിട്ടുള്ള ജില്ല ചോദിക്കുകയാണെങ്കിൽ ആലപ്പുഴയാണ്. ഇന്ത്യയിലെ ആദ്യ പെൻറ്റഗൺ ലൈറ്റ് ഹൗസ് നിലവിൽ വന്നിട്ടുള്ളത് വലിയഴീക്കലാണ്. പെൻറ്റഗൺ ലൈറ്റ് ഹൗസ് ആണ്, വലുതാണ്. വലിയഴീക്കൽ എന്നുള്ളത് ഓർത്തു വെച്ചേക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ പെൻറ്റഗൺ ലൈറ്റ് ഹൗസ് നിലവിൽ വന്നിട്ടുള്ളത് വലിയഴീക്കലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ലേബർ മൂവ്മെൻറ്റ് മ്യൂസിയം സ്ഥാപിതമായിട്ടുള്ളത് ആലപ്പുഴ. നമ്മൾ പറഞ്ഞു ആലപ്പുഴ എന്ന് പറയുമ്പോൾ ചകിരി അതൊക്കെയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർക്ക് ലേബർ കിട്ടിയെന്നോ. അപ്പോൾ ആദ്യത്തെ ലേബർ മൂവ്മെൻറ്റ് മ്യൂസിയം സ്ഥാപിതമായിട്ടുള്ള എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആലപ്പുഴ. കേരളത്തിൽ പോർട്ട് മ്യൂസിയം നിലവിൽ വന്നിട്ടുള്ള ജില്ല ചോദിക്കുകയാണെങ്കിൽ ആലപ്പുഴ. കേരളത്തിൽ പോർട്ട് മ്യൂസിയം നിലവിൽ വന്നിട്ടുള്ള ജില്ല ഏതാണ്? ആലപ്പുഴ. കേരളത്തിലെ ആദ്യ സമഗ്ര ഗാന്ധി മ്യൂസിയം നിലവിൽ വന്നിട്ടുള്ള ജില്ല ആലപ്പുഴ. നമ്മൾ നേരത്തെ പറഞ്ഞാണ് കേരളത്തിലെ ആദ്യത്തെ സമഗ്ര ഗാന്ധി മ്യൂസിയം നിലവിൽ വന്നിട്ടുള്ള ജില്ല ചോദിക്കുകയാണെങ്കിൽ ആലപ്പുഴ. അപ്പോൾ പറഞ്ഞുള്ള പോയിന്റ്സ് ഒന്നും കൂടെ ഞാനൊന്ന് വേഗം വായിക്കാം. കേരളത്തിൽ ആദ്യമായിട്ട് വൈറ്റ് ടോപ്പിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് റോഡ് നിർമ്മാണം ആരംഭിച്ചത് ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ തേനീച്ച പാർക്ക് മാവേലിക്കര അല്ലേ. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യത്തൊഴിലാളി ഫ്ലാറ്റ് മത്സ്യം പുഴ അല്ലേ ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ പെൻറ്റഗൺ ലൈറ്റ് ഹൗസ് നിലവിൽ വന്നിട്ടുള്ളത് വലിയഴീക്കൽ. വലിയ പെൻറ്റഗൺ എന്നൊക്കെ ഓർത്തു വയ്ക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ലേബർ മൂവ്മെൻറ്റ് മ്യൂസിയം സ്ഥാപിതമായിട്ടുള്ളത് ആലപ്പുഴ. കേരളത്തിൽ പോർട്ട് മ്യൂസിയം നിലവിൽ വന്നിട്ടുള്ള ജില്ല ആലപ്പുഴ. കേരളത്തിലെ ആദ്യ സമഗ്ര ഗാന്ധി മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല ചോദിക്കുകയാണെങ്കിൽ ആലപ്പുഴ. ഇനി നമുക്ക് 2-3 ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് വേഗം നോക്കാം. കുറഞ്ഞ നിരക്കിൽ ശുദ്ധമായിട്ടുള്ള കുപ്പിവെള്ളം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുള്ള കുപ്പിവെള്ള ബ്രാൻഡിന് നൽകിയിട്ടുള്ള പേരെന്താ? ഏതാ? ഹില്ലി അക്വയാണ്. അപ്പോൾ അക്വ എന്ന് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഇവിടെ അക്വ എല്ലായിടത്തും ഓരോരോ അക്വ ഉണ്ട് കേട്ടോ. അപ്പോൾ ഹില്ലിന്ന് വരുന്ന വെള്ളം ആണ് ഏറ്റവും ശുദ്ധമായിട്ടുള്ള കുപ്പിവെള്ളം. അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. കുറഞ്ഞ നിരക്കിൽ ശുദ്ധമായിട്ടുള്ള കുപ്പിവെള്ളം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുള്ള കുപ്പിവെള്ള ബ്രാൻഡിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? ഹില്ലി അക്വ. കൂളിംഗ് പേപ്പർ, കർട്ടൻ എന്നിവ നീക്കം ചെയ്യാത്ത വാഹനങ്ങളെ കണ്ടെത്താനായിട്ട് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാ? പറയാമോ? ഓപ്പറേഷൻ സ്ക്രീൻ ആണ് കേട്ടോ. ഓപ്പറേഷൻ സ്ക്രീൻ ആണ്. ഓക്കെ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യത്തൊഴിലാളി ഫ്ലാറ്റ് സമുച്ചയം നിർമ്മാണം ആരംഭിച്ചിട്ടുള്ള ജില്ല നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഏതാ? പുഴ അല്ലേ. മത്സ്യം പുഴ ആലപ്പുഴ. കേരള സർക്കാർ ആരംഭിക്കുന്ന അതിവേഗ ഇന്റർനെറ്റ് പദ്ധതി ഏതാണ്? K-Phone ആണ് അല്ലേ. കേരള സർക്കാർ ആരംഭിക്കുന്ന അതിവേഗ ഇന്റർനെറ്റ് പദ്ധതി ചോദിക്കുകയാണെങ്കിൽ K-Phone. കേരള സർക്കാരിൻ്റെ കെയും പിന്നെ ഫോണെന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. K-Phone ആണ്. മുതിർന്ന പൗരന്മാർക്ക് സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിന് സഹായം നൽകുന്നതിനായിട്ട് കേരളത്തിൽ ആരംഭിച്ചിട്ടുള്ള പദ്ധതി നവജീവൻ പദ്ധതി അല്ലേ. മുതിർന്ന പൗരന്മാർക്ക് സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിന് സഹായം നൽകുന്നതിനായിട്ട് കേരളത്തിൽ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് നവജീവൻ. അപ്പോൾ അവർക്ക് പുതിയൊരു ജീവൻ കിട്ടുകയാണ് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. നവജീവൻ എന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം.
അടുത്ത ചോദ്യം, കെ ഫോൺ പദ്ധതിയുടെ ആദ്യഘട്ടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച എന്നാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. 2021 ഫെബ്രുവരി 15. കെ ഫോൺ എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ ഫോണുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ, നമ്മുടെ ഫോൺ. അപ്പോൾ ഫെബ്രുവരി 15 എന്ന് പറയുമ്പോൾ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ. അപ്പോൾ അതും ഫോണുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്തുകൂടെ? അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഫെബ്രുവരി 14 കഴിഞ്ഞിട്ട് 15 കേട്ടോ, 2021 എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ക്ലാസ് കണ്ട എല്ലാവർക്കും ഒരു ചെറിയൊരു വർക്ക് ഉണ്ട് കേട്ടോ. അതായത് നിങ്ങളുടെ ജില്ലേനെ ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരൊറ്റ പോയിന്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും, നമുക്ക് ഇഷ്ടം പോലെ കമൻറ്റ്സ് കിട്ടും. അപ്പോൾ മറക്കണ്ട, ഒരൊറ്റ പോയിന്റ് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള പോയിന്റ് കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.